Good morning, all. Okay, class start ചെയ്യാം. നമ്മൾ ICU-ന്റെ chapter ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ last one staffing, then registrar in ICU-ല senior resident, junior resident വരെയാണ് നോക്കിയത്. Okay, അത്രയും ഭാഗം ക്ലിയർ ആണോ? എല്ലാവരും നോക്കുന്നുണ്ടോ? ഡെയിലി മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്ത് പഠിക്കുന്നുണ്ടോ? ഉണ്ടോ? പഠനം എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നുണ്ടോ? ദെൻ ലാസ്റ്റ് നിമിഷത്തേക്ക് വേണ്ടി വെച്ചിരിക്കുകയാണോ? എക്സാമിന് വേണ്ടി നമ്മുടെ ഒരു സ്വഭാവമാണല്ലോ അല്ലേ? എക്സാമിന്റെ ഒരാഴ്ച മുന്നോ അല്ലെങ്കിൽ 2 ദിവസം മുന്നോ പഠിക്കാന്നുള്ളത്. ചിലർക്ക് അങ്ങനെ പഠിച്ചാലേ ഓർമ്മ കിട്ടുള്ളൂ എന്ന് പറയും അല്ലേ? അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഡെയിലി പഠിക്കാം. കാരണം നമുക്ക് ഡെയിലി പഠിച്ച് നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ല. ലാസ്റ്റ് നമുക്ക് റിവൈസ് ചെയ്യാൻ മാത്രമേ ഉണ്ടാകുള്ളൂ. ദെൻ ലാസ്റ്റ് വേണം എല്ലാം കൂടി ഒരുമിച്ചിട്ട് പഠിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫ് ആയിട്ടുള്ള കാര്യമുള്ളൂ. ഓക്കെ, അപ്പൊ ഡെയിലി ക്ലാസ് പഠിക്കാം. ഓക്കെ, ദെൻ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ICU അഡ്മിഷൻ ക്രൈറ്റീരിയ. ICU-ലെ പേഷ്യൻസിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പോഴുള്ള ക്രൈറ്റീരിയകൾ. ഇപ്പോൾ എന്തിന്റെയൊക്കെ ബേസിസിലാണ് നമ്മൾ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നതെന്നാണ് ഇനി പറയുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക, കുറച്ച് പോയിന്റ്സുകളാണ്. പോയിന്റുകൾ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഓക്കെ, to optimize ICU resources and enhance outcomes, ICU admission should be guided on the basis of combination of factors. To optimize ICU resources and enhance outcomes. Optimize ചെയ്യാന്ന് വെച്ചാൽ എന്താ? Optimize. അതായത് നല്ല രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളൊരു അർത്ഥമാണ്. ICU റിസോഴ്സസിനെ നല്ല രീതിയിൽ വിനിയോഗിക്കുക. റിസോഴ്സസ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള എക്യുപ്മെന്റ്സുകൾ അല്ലേ? അപ്പൊ ഇതിനെയെല്ലാം നല്ല രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് എൻഹാൻസ് ഔട്ട്കംസ്, നല്ലൊരു ഔട്ട്കംസ് ലഭിക്കണം. ഔട്ട്കംസ് ലഭിക്കാന്ന് വെച്ചാൽ പേഷ്യൻസിനെ അസുഖത്തിൽ നിന്നും റിലീഫ് ചെയ്യാന്ന് അല്ലെ? അതായത് അസുഖത്തിൽ നിന്നും അവനെ രോഗവിമുക്തമാക്കണം. അവിടെയുള്ള റിസോഴ്സസുകൾ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് പേഷ്യൻസിനെ നമ്മൾ പഴയ രീതിയിലോട്ട് കൊണ്ടുവരിക. ICU admissions should be guided on the basis of combination of factors. ICU admission എന്ന് പറയുന്നത് ഈ ഒരു കോമ്പിനേഷൻസ് ഓഫ് ഫാക്ടേഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. പോയിന്റുകളാണ്, ഇമ്പോർട്ടന്റ് ആണ്. ആ പോയിന്റ്സുകൾ മാത്രം നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, ക്രൈറ്റീരിയകളാണ് ഒന്നാമതായിട്ട് പറയുന്നത്. പ്രയോറിറ്റൈസേഷൻ ഇൻ അക്കോർഡിംഗ് വിത്ത് ദ പേഷ്യന്റ് സെവറിറ്റി ഓഫ് ഇൽനെസ്. രോഗിയുടെ അല്ലെങ്കിൽ രോഗിയുടെ ആ രോഗത്തിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ചിട്ട് വേണം മുൻഗണന കൊടുക്കണമെന്ന് പേഷ്യൻസിനെ അല്ലേ? നമ്മൾ പറഞ്ഞു കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ട് വരുന്ന എമർജൻസി ആയിട്ടുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ ICU-ൽ പ്രവേശിപ്പിക്കുന്നത്. ആണോ? അങ്ങനെയുള്ളവർക്കല്ലേ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്? ആണോ? കുറച്ച് സീരിയസ് ആയിട്ടുള്ള കേസസുകൾക്കല്ലേ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്? കാരണം അവർക്ക് നമുക്ക് സമയം എന്ന് പറഞ്ഞാൽ അത്രയും വിലപ്പെട്ടതാണ്. ഒരു പേഷ്യന്റിനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച് അവർക്ക് സഡൻ ട്രീറ്റ്മെന്റുകൾ കൊടുക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അല്ലെ? ഒരു ജീവൻ രക്ഷിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് അവർക്ക് മുൻഗണന കൊടുക്കണം അല്ലെ? അല്ലെങ്കിൽ പേഷ്യന്റിനെ വന്നു ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ട് കൊണ്ടുവന്ന ഒരു പേഷ്യന്റിന് നമുക്ക് എമർജൻസിയിൽ ഇട്ട് നോക്കിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ തന്നെ ഡയറക്റ്റ് ആയിട്ട് ICU-ലോട്ട് ഷിഫ്റ്റ് ചെയ്ത് അവരുടെ ട്രീറ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പേഷ്യൻസിന്റെ രോഗത്തിന്റെ തീവ്രതയ്ക്കനുസരിച്ച് സെവറിറ്റി ഓഫ് ഇൽനെസ്, രോഗത്തിന്റെ തീവ്രതയ്ക്കനുസരിച്ച് ആ പേഷ്യന്റിന് മുൻഗണന നൽകുക. Then second one, specific patient needs such as life supportive therapies. ഇനി ചില പേഷ്യൻസിന് സ്പെസിഫിക് ആയിട്ടുള്ള നീഡ്സ്, അതായത് ലൈഫ് സപ്പോർട്ട് തെറാപ്പീസ് ആവശ്യമുള്ള പേഷ്യൻസിനും നമ്മൾ അവിടെ മുൻഗണന കൊടുക്കാണ്. എന്താ ലൈഫ് സപ്പോർട്ടിംഗ് തെറാപ്പീസ് ഉദ്ദേശിക്കുന്നത്? എക്സാമ്പിൾ ഒന്ന് പറയാമോ? ലൈഫ് സപ്പോർട്ടീവ് തെറാപ്പീസ് ആവശ്യമായിട്ടുള്ള പേഷ്യന്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ഏതായിരിക്കും? ആലോചിച്ച് നോക്കി. നിങ്ങൾ ICU-ൽ കിടക്കുന്ന പേഷ്യൻസ് ലൈഫ് സപ്പോർട്ട് വേണം. CPR പറയാം. വേറെ എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. ഒരു ഓക്സിജൻ സിലിണ്ടർ ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായത്തോടു കൂടി മാത്രം ശ്വസിക്കാൻ പറ്റുന്ന പേഷ്യൻസ് അല്ലേ? അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾക്ക് കുറച്ച് പ്രയോറിറ്റി കൊടുക്കണം. ദെൻ ഡയഗ്നോസിസ്, രോഗനിർണയം. ഇന്നതാണ് രോഗം അല്ലെ? കുറച്ച് ക്രിട്ടിക്കൽ ആണെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള പേഷ്യൻസിനെയും അഡ്മിറ്റ് ചെയ്യുന്നു. പ്രോഗ്നോസിസ്, രോഗം നിർണയം പറയുകയാണ്, രോഗപ്രവചനം. ഇന്നതാണ് അസുഖം, സോ
ക്രിട്ടിക്കൽ ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം ഇല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ICU അഡ്മിറ്റ് ചെയ്യുന്നു. Then potential benefit from interventions. എന്താ ഇന്റർവെൻഷൻ എന്ന് വെച്ചാൽ ഇടപെടലുകൾ. അതായത് ഇപ്പൊ രോഗിയെ നമ്മൾ ടെസ്റ്റുകളൊക്കെ നടത്തി, അതായത് ഇപ്പൊ പെട്ടെന്ന് ഒരു നെഞ്ചുവേദനയായിട്ടൊരു പേഷ്യന്റ് വന്നു, അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ECG എടുത്തു. ECG എടുത്തപ്പോഴാണ് ഭയങ്കരമായിട്ട് വേരിയേഷൻസ് ഉണ്ട്, അപ്പൊ തന്നെ നമുക്ക് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കണം അല്ലേ? അങ്ങനെ നമ്മൾ ആ പേഷ്യന്റിനെ ഡയറക്റ്റ്ലി ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, കാരണം ഇന്റർവെൻഷൻ, ഇടപെടലുകൾ. പെട്ടെന്ന് തന്നെ ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരുന്ന പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ പെട്ടെന്ന് വരുന്നു, അതിനുള്ള സഡൻ ട്രീറ്റ്മെന്റ് കൊടുത്തു. ECG ഒക്കെ എടുത്തപ്പോൾ ബ്ലോക്ക് ഉണ്ട് അല്ലെങ്കിൽ വേരിയേഷൻസ് ഒക്കെ കാണിക്കുകയാണെങ്കിൽ നമുക്ക് സഡൻ ട്രീറ്റ്മെന്റ് അപ്പോൾ തന്നെ ആ പേഷ്യൻസിന് കൊടുക്കാം. ലാസ്റ്റ് വൺ, ബെഡ് അവൈലബിലിറ്റി. ഇനി പേഷ്യന്റിനെ ICUയിൽ അഡ്മിറ്റ് ചെയ്യണം, ഡോക്ടർ പറഞ്ഞു ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ആ ഒരു ടൈമിൽ കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? റിസപ്ഷനിൽ നിന്ന് വിളിച്ച് ചോദിക്കുക, ICUയിൽ ബെഡ് അവൈലബിൾ ആണോ, അല്ലെങ്കിൽ ഓൾറെഡി ഇത്ര ബെഡ് ഉണ്ടെങ്കിൽ അവിടെ അത്രയും പേഷ്യൻസ് ഫിൽഡ് ആണോ എന്ന് വിളിച്ച് ചോദിച്ചറിയണം. കാരണം ഈ പേഷ്യന്റിനെ കൊണ്ട് നമ്മൾ ICUയിൽ ചെല്ലുമ്പോൾ അവിടെ ബെഡ് അവൈലബിലിറ്റി ഇല്ലെങ്കിൽ എന്തായിരിക്കും? അത്രയും ടൈം അവിടെ വേസ്റ്റ് ആവണേണ് ഇല്ലേ? സോ ബെഡ് അവൈലബിലിറ്റി ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മുടെ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് ICUയിലേക്ക് കൊണ്ടുപോകുക. ഓക്കെ, ഇത്രയുമാണ് അഡ്മിഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പ്രയോറിറ്റൈസേഷൻ കൊടുക്കുക, രോഗിയുടെ തീവ്രതയ്ക്കനുസരിച്ച് അവർക്ക് മുൻഗണന കൊടുക്കുക. ദെൻ ലൈഫ് സപ്പോർട്ടീവ് തെറാപ്പീസ് ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസിനും നമ്മൾ ICUയിൽ മുൻഗണന കൊടുക്കണം. ദെൻ ഡയഗ്നോസിസ്, ടെസ്റ്റുകളൊക്കെ നടത്തുക. ദെൻ രോഗപ്രവചനം, രോഗം ഇന്നതാണ് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അത് ക്രിട്ടിക്കൽ ആണ് എങ്കിൽ നമുക്ക് ICUയിലോട്ട് പ്രവേശനം കൊടുക്കാം. ദെൻ ഫ്രം ഇൻവെന്ററീസ്, ഇതുപോലെ നമ്മൾ പെട്ടെന്ന് ECG മറ്റൊക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്നും ആ പേഷ്യൻസിന്റെ രോഗം അറിഞ്ഞു നമ്മൾ, അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് സഡൻ ട്രീറ്റ്മെന്റ്സ് കൊടുക്കുക. ദെൻ ബെഡ് അവൈലബിലിറ്റി, ICUയിൽ ബെഡ് അവൈലബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ക്ലിയർ ആണോ ICU ക്രൈറ്റീരിയ? നിങ്ങൾ ആ പോയിന്റ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഇത്രയും പോയിന്റ്സ് ഉണ്ട്, 6 പോയിന്റ് ആണ്. ആ പോയിന്റുകൾ മാത്രം പഠിക്കുക, അതിന്റെ ഉള്ളിലുള്ള ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് പഠിക്കാനില്ല. ടീച്ചർ മനസ്സിലാവാൻ വേണ്ടി എക്സാമ്പിൾ വെച്ച് പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒന്ന് വായിച്ചു നോക്കി. ICU അഡ്മിഷൻ ക്രൈറ്റീരിയ. പ്രോഗ്നോസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രോഗം പറയില്ലേ, പ്രവചിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. ടെസ്റ്റുകളൊക്കെ ഡയഗ്നോസിസ് ഒക്കെ ചെയ്ത്, ടെസ്റ്റുകളൊക്കെ ചെയ്തതിന്റെ ബേസിസിൽ ഡോക്ടറിന് രോഗം തിരിച്ചറിഞ്ഞു. ദെൻ ഡോക്ടർ പറയുകയാണ് ഈ പേഷ്യന്റിന് ഇന്ന രോഗമാണ്, നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചിലപ്പോൾ സർജറി വേണം, അല്ലെങ്കിൽ പേഷ്യന്റിന് ഇപ്പൊ തന്നെ ICUയിലോട്ട് ആക്കേണ്ട സിറ്റുവേഷൻ എത്തിക്കഴിഞ്ഞു എന്നൊക്കെ പറയില്ലേ, ഇതിനെയാണ് പ്രോഗ്നോസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ മാരകമായിട്ടുള്ള രോഗമായിരിക്കും കണ്ടെത്തിയിരിക്കുന്നത്, ചിലപ്പോൾ ഇപ്പൊ ECG മറ്റൊക്കെ ചെയ്തപ്പോ ബ്ലോക്കും വേരിയേഷൻസ് ഒക്കെ കണ്ടു. അപ്പോ അതിന് പ്രവചിക്കുകയാണ്, ഡോക്ടർ പറയുന്ന രോഗം ഇന്നതാണ്, ഈ പേഷ്യന്റിന്റെ രോഗം ഒരു അസുഖമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ പേഷ്യന്റിനെ ICUയിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നത്. പേരുകൾ മാത്രം നോക്കിയാൽ മതി, ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കില്ല. ഓക്കെ, ആ പോയിന്റ്സ് മാത്രം പഠിച്ചിരിക്കാം. കംപ്ലീറ്റ് ചെയ്തോ ക്രൈറ്റീരിയ? ഓക്കെ ആണോ? പേരുകളും ആ പോയിന്റ്സുകളും മാത്രം ഓർത്തിരിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ്. ഒരു ICUയുടെ ഉള്ളിലുള്ള ഡേ ടു ഡേ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം. Connection with the parent unit is necessary for proper treatment of patients in ICU. Connection with the parent unit. Parent unit എന്ന് വെച്ചാൽ എന്താണ്?
മാതൃക അല്ലെങ്കിൽ മാതൃ യൂണിറ്റ് എന്നാണ് വിളിക്കുന്നത്. അതായത് പാരന്റ് യൂണിറ്റ് എന്ന് പറയുന്നത് പാരന്റ് യൂണിറ്റ് ആയിട്ട് നല്ലൊരു എന്താണ് കണക്ഷൻ ഉണ്ടായിരിക്കണം എന്ന് പ്രോപ്പർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്. പാരന്റ് യൂണിറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി സിമ്പിൾ ആക്കി പറയാം. അതായത് ICUവിന്റെ അടുത്ത് തന്നെ നമ്മുടെ പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡറിന്റെ ആയിട്ടുള്ള ഒരു റൂം ഉണ്ടാകും അല്ലേ? പേഷ്യന്റ് ഫാമിലി, പേഷ്യന്റിന്റെ ഫാമിലി അല്ലല്ലോ ബൈസ്റ്റാൻഡർ അല്ലെ, കൂടെയുള്ള പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർക്ക് അവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ICUയുടെ അടുത്ത് തന്നെ ഒരു റൂം എടുത്തു. മനസ്സിലായോ? അതിനാണ് ഈ പാരന്റ് യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? പാരന്റ് യൂണിറ്റ് ഒന്ന് എഴുതി വെച്ചേക്കൂ, നിങ്ങളുടെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ എന്താണെന്ന് എഴുതി വെക്കുക, മനസ്സിലാക്കാനുള്ളൂ. ഇനി അറിയില്ലാത്തത് എഴുതി വെക്കാൻ പറഞ്ഞത് മാത്രം. അതായത് ബൈസ്റ്റാൻഡർക്ക് നിൽക്കാറായിട്ടുള്ളത് നമ്മുടെ ICUവിന്റെ അടുത്ത് തന്നെ ഒരു റൂം എടുക്കുന്നത്. സോ അപ്പോ പെട്ടെന്ന് പേഷ്യൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിലോ അല്ലെങ്കിൽ മെഡിസിൻസിന്റെ കാര്യങ്ങളോ മറ്റും ഇവര് തന്നെ മീൻസ് ഡയറക്റ്റ് അറിയിക്കണമല്ലോ. പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡർ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളും എല്ലാം നേരിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ പാരന്റ് യൂണിറ്റ് ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ICUവിലാണെങ്കിലും എപ്പോഴും ബൈസ്റ്റാൻഡർ വിളിക്കാറുണ്ട്, നഴ്സ് വിളിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻസ് വേണോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പേഷ്യൻസ് കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ. ഓക്കെ, രണ്ടാമതായിട്ട് പറയുന്നത് routine ICU rounds shall be held in morning at 9 to 11 AM. അണ്ടർലൈൻ ചെയ്യാം. ഒരു ICUവിന്റെ റൗണ്ട്സ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ മോർണിംഗ് 9 to 11, 9 മണി തുടങ്ങി 11 മണി വരെയാണ് റൗണ്ട്സ് എന്ന് പറയുന്നത്. നമ്മള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആകുമ്പോൾ ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരാറുണ്ട്. ചിലപ്പോൾ ഡോക്ടറെ കൺസൾട്ടേഷൻ ഇരിക്കുന്നതിന് മുൻപായിട്ട് ഡോക്ടേഴ്സിന്റെ പേഷ്യന്റിന്റെ എല്ലാം റൗണ്ട്സിന് വന്നിട്ടാണ് ചിലപ്പോൾ എന്തിരിക്കുന്നത് കൺസൾട്ടേഷൻ ഇരിക്കുന്നത്. ചിലപ്പോൾ കൺസൾട്ടേഷൻ ഇരുന്നുകൊണ്ട് ഒരു മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും വീണ്ടും റൗണ്ട്സിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഒരു ICUവിന്റെ റൗണ്ട്സ് എന്ന് പറയുന്നത് എപ്പോഴും മോർണിംഗ് 9 to 11 PM, 11 AM, 9 മണി മുതൽ 11 മണിക്ക് ഇടയിലായിരിക്കും ICUവിലെ പേഷ്യൻസിനെ ഡോക്ടർ വന്ന് സന്ദർശിക്കുന്നത്. When patient is admitted, the main decision regarding treatment is taken in these rounds. അപ്പോൾ ഡോക്ടർ റൗണ്ട്സിന് വന്ന ആ ഒരു ടൈമിലാണ് ട്രീറ്റ്മെന്റിന്റെ മെയിൻ കാര്യങ്ങളും മറ്റും സംസാരിക്കുന്നത്. ബൈസ്റ്റാൻഡറോട് സംസാരിക്കുന്നതും വിവരങ്ങളൊക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു റൂമിലോട്ടോ വാർഡിലോട്ടോ പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യാനൊക്കെ പറയുന്നത് ഈ ഒരു ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് റൗണ്ട്സിന് വരുന്ന ആ ഒരു ടൈമിലായിരിക്കും. മൂന്നാമതായിട്ട് പറയുന്നത് the treatment initiated, the patient is written by senior resident hoster in ICU. Extensive care is given to patients. The treatment initiated, അതായത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, രോഗിക്ക് ആരംഭിക്കുന്ന ആ ഒരു ചികിത്സയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സീനിയർ റെസിഡന്റ് ഹോസ്റ്റലുള്ള ഡോക്ടർ ആയിരിക്കും. ഒരു സീനിയർ റെസിഡന്റ് ഡോക്ടർ ആയിരിക്കും. Then ICU extensive care is to given patient. രോഗിക്ക് വിപുലമായിട്ടുള്ള വിപുലമായിട്ടുള്ള നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്നതും ഈ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ ആരംഭിക്കുന്നതും അത് എഴുതുന്നതും തീരുമാനിക്കുന്നതും സീനിയർ റെസിഡന്റ് പോസ്റ്റഡ് ICU ആയിരിക്കുന്നത്. ICUവിന്റെ ഉള്ളിലുള്ള സീനിയർ റെസിഡന്റ് പോസ്റ്റഡ്, അതായത് നമ്മൾ ഹെഡ് നേഴ്സ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ICUവിന്റെ ഉള്ളിലുള്ള സീനിയർ റെസിഡന്റ്. ഓക്കെ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ഒരു റെസിഡന്റ്, അതായത് ഒരു സ്റ്റാഫ് ആയിരിക്കും വിപുലീകരണം ചികിത്സയുടെ കാര്യങ്ങളും മറ്റും ചെയ്യുന്നത്, ചികിത്സ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്, ആ ഒരു പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ഒരു എന്താ പറയാ നേതൃത്വം വഹിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ചെയ്യുന്നത് ഒരു സീനിയർ റെസിഡന്റ് ആയിരിക്കും. ഓക്കെ, 3 കാര്യങ്ങളാണ് ഡേ ടു ഡേ പ്രോസസ്സിൽ പറയുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞത് പാരന്റ് യൂണിറ്റ് ആയിട്ടൊരു കണക്ഷൻ ഉണ്ടായിരിക്കണം. സെക്കൻഡ് വൺ റൗണ്ട്സ് എന്ന് പറയുന്നത് മോർണിംഗ് 9 to 11 AM ആണ്. ദെൻ ഡിസിഷൻ ഒക്കെ എടുക്കുന്നത് ആ ഒരു റൗണ്ട്സിന്റെ ടൈമിലായിരിക്കും. ദെൻ ലാസ്റ്റ് വൺ പറയുന്നത് സീനിയർ റെസിഡന്റ് ആണ് പേഷ്യൻസിന്റെ ചികിത്സ ഇനിഷ്യേറ്റ് ചെയ്യുന്നതും നല്ലൊരു എക്സ്റ്റെൻറ്റീവ് ആയിട്ടുള്ള വിപുലീകരണത്തോട് കൂടിയിട്ടുള്ള കെയർ കൊടുക്കുന്നതും സീനിയർ റെസിഡന്റ് ആയിരിക്കും. ക്ലിയർ ആണോ? 3 പോയിന്റ്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ്.
കംപ്ലീറ്റ് ചെയ്തോ? ക്ലിയർ ആണോ എല്ലാവർക്കും? മാക്സിമം ഞാൻ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആവാത്തവർക്ക് ഒന്നും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ദെൻ നിങ്ങളെ കൊണ്ട് വായിപ്പിച്ചതിന് ശേഷം അടുത്ത ഭാഗത്തോട്ട് ഞാൻ പോകുന്നുള്ളൂ. കാരണം എവിടെയെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്കൊരു സംശയം വെച്ച് നമ്മൾ പഠിക്കേണ്ട. ഓക്കെ, ക്ലിയർ ആണോ? സീനിയർ ആയിട്ടുള്ള ഡോക്ടർ എന്നല്ല പറയുന്നത്, സീനിയർ പ്രസിഡന്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ്. ഇനി ICUയിൽ കിടക്കുന്ന പേഷ്യൻസിനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ് ഡിസ്ചാർജ് പ്രോസസ് എന്നാണ് ഇനി നോക്കുന്നത്. നോക്കാം. പേഷ്യന്റ് ഹു ആർ റിക്കവേർഡ് ആൻഡ് ആർ സ്റ്റഡി ക്യാൻ ബി ഡിസ്ചാർജ്ഡ്. പേഷ്യന്റ് അവര് റിക്കവർ ആയിട്ടുള്ള നോർമൽ ലെവലിലോട്ട് എത്തിയിട്ടുള്ള പേഷ്യൻസിനെയും സ്റ്റഡി ക്യാൻ ബി ഡിസ്ചാർജ്ഡ്. അവർ ഓക്കെ ആണ്, ഓൾറെഡി സ്റ്റഡി ആണെന്നുള്ള പേഷ്യൻസിനെയും നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നു. Then patient in whom immediate threat is lessened but needs close observation can either be discharged to wards or intermediate care area depending on needs for ICU beds. അതായത് എന്താണ്, ഇപ്പോ പേഷ്യൻസ് ഹോം ഇമ്മീഡിയറ്റ് ത്രെട്ട്, അങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ത്രെട്ട് എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആകുന്ന ആ ഒരു സ്റ്റേജിൽ നിന്നൊക്കെ കുറഞ്ഞു. അതായത് ഭയങ്കര സീരിയസ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു പേഷ്യൻസ് ആയിട്ട് ചിലപ്പോൾ ആ ഒരു ഇമ്മീഡിയറ്റ് ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു, ആളും ആ ഒരു നോർമലിലോട്ട് എത്തിക്കഴിഞ്ഞെങ്കിൽ പക്ഷെ ഒബ്സർവേഷൻ ആവശ്യമാണ്. അങ്ങനെയുള്ള പേഷ്യൻസ് ഉണ്ടാകും അല്ലെ. കംപ്ലീറ്റ് മാറിയെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ആ ഒരു കൊണ്ടുവരുന്ന സ്റ്റേജ് അല്ല, കുറച്ചും കൂടി ഓക്കെ ആണ് എങ്കിൽ ഒബ്സർവേഷൻ വേണമെങ്കിൽ ആ പേഷ്യൻസിന് നമ്മൾ ഡിസ്ചാർജ് ചെയ്തിട്ട് ഇന്റർമീഡിയറ്റ് കെയർ, അതായത് ICUനോട് ചേർന്നിട്ടുള്ള ഇന്റർമീഡിയറ്റ് കെയറിലേക്കോ അല്ലെങ്കിൽ അതുമായിട്ട് ICUവിന്റെ അടുത്തുള്ള വാർഡിലോട്ടോ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഡിപ്പെൻഡിങ് ഓൺ നീഡ് ഫോർ ICU ബെഡ്സ്, അതായത് ICU ബെഡ്സിന്റെ ആവശ്യമാണ് എന്നൊരു അടിസ്ഥാനത്തിൽ. അതായത് എപ്പോ വേണമെങ്കിലും ചിലപ്പോൾ വീണ്ടും ബുദ്ധിമുട്ട് വന്നാൽ ICUലോട്ട് ആളെ മാറ്റേണ്ട വരും. അതിനാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പേഷ്യൻസിനെ അടുത്തുള്ള ഇന്റർമീഡിയറ്റ് കെയർ ഏരിയയിലോട്ടോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ അടുത്തുള്ള ഒരു വാർഡിലോട്ടോ പേഷ്യൻസിനെ മാറ്റുന്നു. അപ്പൊ എപ്പോ പെട്ടെന്ന് ആവശ്യം വരികയാണെങ്കിൽ തന്നെ ICUലോട്ട് ആളെ പ്രവേശിപ്പിക്കാൻ സാധിക്കും. ഓക്കെ, മൂന്നാമതായിട്ട് പറയുന്നത് patient in whom death is agreed to be impending even if intensive care is continued again kept in ICU depending on availability of resources. അതായത് ചില പേഷ്യൻസ് നമ്മൾ ICUയിൽ കിടക്കുകയാണ്, ചിലപ്പോൾ 1 ദിവസമായി 2 ദിവസമായി 3 ദിവസമായിട്ടും ചിലവര് മെഡിസിൻസ് ഒന്നും സ്വീകരിക്കണില്ല എന്ന് പറയും അല്ലെ. അതായത് മെഡിസിൻസിന് റിയാക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ബോഡിയിൽ ആ മെഡിസിൻസ് ഒന്നും പ്രതികരിക്കുന്നില്ല എന്നൊക്കെ പറയും ഇല്ലേ. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. നമ്മളിപ്പോ 3 ദിവസം 4 ദിവസം ഒക്കെ ആണെങ്കിലും ആൾക്ക് വേറെ ഒരു മാറ്റവും ഇല്ല, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഭയങ്കരമായിട്ട് അത്ര ക്രിട്ടിക്കൽ ആയിരിക്കും. അപ്പോ നമ്മൾ ഈ മെഡിസിൻസ് കൊടുക്കുന്നത് ഫലിക്കാത്ത ഒരു രീതി വരിക, ബോഡി അതിനെ അക്സെപ്റ്റ് ചെയ്യാത്തൊരു സിറ്റുവേഷൻസ് അല്ലേ. സോ ICUയിൽ അദ്ദേഹം എത്ര ദിവസം കിടന്നാലും ഈ ഒരു സിറ്റുവേഷൻ തന്നെയാണെന്ന് ചിലപ്പോൾ ഡോക്ടേഴ്സിന് അറിയാൻ പറ്റും അല്ലെ. നമുക്ക് അതിനെന്തെങ്കിലും കൂടുതലായിട്ട് ഡോക്ടേഴ്സിന് അറിയാം, ബോഡി പ്രതികരിക്കുന്നില്ല. അപ്പൊ അവര് മാക്സിമം അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വരെ ഡോക്ടേഴ്സ് ജീവൻ രക്ഷിക്കാനായിട്ട് നോക്കും ഇല്ലേ. മാക്സിമം അവർ ശ്രമിക്കും, അവരുടെ എല്ലാ കഴിവുകളും അറിവുകളും ഉപയോഗിച്ചുകൊണ്ട് ഒരു പേഷ്യന്റിനെ രക്ഷിക്കാനായിട്ട് മാക്സിമം ഡോക്ടേഴ്സും നഴ്സും ശ്രമിക്കും. പക്ഷെ എന്നിട്ടും നമ്മള് മെഡിസിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ലെന്ന് ഞാൻ പറയും. അത് റിയാക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ റിയാക്ട് അല്ല സോറി അക്സെപ്റ്റ്, അവൻ ബോഡി സ്വീകരിക്കുന്നില്ല മെഡിസിൻസിന്. ഓക്കെ, ദെൻ അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ. അപ്പൊ എത്ര ദിവസം ICUയിൽ തന്നെ ആ പേഷ്യന്റിനെ തുടരുകയാണെങ്കിലും യാതൊരു റെസ്പോൺസും ഇല്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് പേഷ്യന്റ് റിക്കവറി ആകുന്നില്ല. ചിലപ്പോ മരണം വരെ ഭാവിയിൽ സംഭവിക്കാം, എപ്പോ വേണമെങ്കിലും മരണം സംഭവിക്കാം എന്നുള്ള രീതിയിലുള്ള പേഷ്യൻസിനെയും ഡിസ്ചാർജ് ചെയ്യുന്നത്. കാരണം അങ്ങനെ കിടത്തിക്കൊണ്ട് യാതൊരു കാര്യവുമില്ല. ദെൻ ചിലപ്പോ വീട്ടിലോട്ട് തിരിച്ചു വിടും അല്ലെ. ലാസ്റ്റ് ഡോക്ടേഴ്സ് പറയും ഇനിയിപ്പോ നമുക്കൊന്നും ചെയ്യാനില്ല, നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു, ഇനി നിങ്ങൾ പേഷ്യന്റിനെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറയും. മാക്സിമം അവരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ എഫേർട്ടും എടുത്തതിന് ശേഷം മെഡിസിനോടൊന്നും ഇതുപോലെ പ്രതികരിക്കുന്നില്ല ഇങ്ങനെയുള്ള പേഷ്യൻസിനെയും അവര് എന്ത് ചെയ്യുന്നു, ഡിസ്ചാർജ് ചെയ്ത് വിടുന്നത്. അവര് മാക്സിമം ശ്രമിച്ചിട്ടാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. ഓക്കെ, 3 ടൈപ്സ് ആണ് ഡിസ്ചാർജ് പറയുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞത് റിക്കവറി ആയി സ്റ്റഡി ആയിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നു. സെക്കൻഡ് വൺ പറഞ്ഞത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു എങ്കിലും കുറച്ചും കൂടി
ക്ലോസ് ഒബ്സർവേഷൻ ആവശ്യമാണെന്നുള്ള പേഷ്യൻസിന് നമ്മൾ ഇന്റർമീഡിയറ്റ് കെയറിലോ അല്ലെങ്കിൽ ഐസിയുവിനോട് അടുത്തുള്ള വാർഡിലോ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നു. ദെൻ മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് ഐസിയുവിൽ കഴിയുകയാണെങ്കിൽ പോലും ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം, അല്ലെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല, റിക്കവറി ആകില്ല എന്നുള്ള പേഷ്യൻസിനെയും നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണോ 3 കാര്യങ്ങൾ ഡിസ്ചാർജിന്റെ? ഓക്കെ ആ 3 കാര്യങ്ങൾ ഡിസ്ചാർജ്. ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ. 3 പോയിന്റ് വായിക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തല്ലോ. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആൻ ഇൻചാർജ് ഓഫ് ICU. ICUവിൽ ഒരു ഇൻചാർജ് ഉണ്ടാകും. ഇൻചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന, സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു പോസ്റ്റില ഒരു വ്യക്തി അല്ലെ. അതായത് ഒരു നമ്മള് എന്താ പറയാ മെഡിക്കൽ ഇപ്പോ ഹെഡ് നഴ്സ് എന്നൊക്കെ പറയുകയെ, അതുപോലെ ICUവിനുള്ള ഇൻചാർജ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണെന്ന് നോക്കാം. ഈസ് റെപ്രസെന്റേറ്റീവ് ഫോർ എ യൂണിറ്റ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ്. അഡ്മിനിസ്ട്രേഷൻ യൂണിറ്റിലെ ഒരു പ്രതിനിധിയാണെന്ന്. അതായത് ആ ഒരു ICU എന്ന് പറഞ്ഞ ആ ഒരു യൂണിറ്റിന്റെ ഒരു പ്രതിനിധിയാണ് എന്ത് ICU ഇൻചാർജ് എന്ന് പറയുന്നത്. പ്രൊവൈഡ് കണ്ടിന്യൂറ്റി ഓഫ് ക്ലിനിക്കൽ കെയർ. പരിചരണത്തിന്റെ ആ ഒരു ക്ലിനിക്കൽ കെയർ, പേഷ്യൻസിന് ആ ഒരു പരിചരണത്തിന്റെ കണ്ടിന്യൂറ്റി കൊടുക്കുക, രോഗിക്ക് തുടർച്ചയായിട്ടുള്ള പരിചരണം നൽകുക. അറേഞ്ച് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് junior staff who needed comprehensive instructions not only regarding patient care but also for use of unfamiliar equipments. Arrange and teaching supervision of junior staff. അദ്ദേഹത്തിന്റെ കീഴിലുള്ള ജൂനിയർ ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് രോഗി പരിചരണത്തെ കുറിച്ചൊക്കെ ട്രെയിനിങ്സുകളോ ഇൻസ്ട്രക്ഷൻസുകളൊക്കെ കൊടുക്കുക. അതോടൊപ്പം തന്നെ അത് മാത്രമല്ല അൺഫെമിലിയർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ. പുതിയ സ്റ്റാഫ് ആണല്ലോ, ജൂനിയർ സ്റ്റാഫ് ആവുമ്പോൾ ICUവിന്റെ ഉള്ളിൽ ഒരുപാട് എക്യുപ്മെന്റ്സുകൾ ഉണ്ട്. അപ്പോ ഈ എക്യുപ്മെന്റ്സുകൾ അവർക്ക് അറിയില്ലാത്ത എക്യുപ്മെന്റ്സുകളെ കുറിച്ചൊക്കെ പറഞ്ഞൊക്കെ ഒന്ന് കാണിച്ചൊക്കെ കൊടുക്കുക. ഡെമോൺസ്ട്രേഷൻ ഒക്കെ നമ്മൾ ചെയ്യില്ലേ, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഈ എക്യുപ്മെന്റ്സുകളുടെ ഒരു ഡെമോൺസ്ട്രേഷൻ ഒക്കെ കൊടുക്കുക. ഇങ്ങനെയാണെന്ന് വർക്ക് ചെയ്യേണ്ടത്. ജൂനിയർ സ്റ്റാഫ് ആവുമ്പോൾ അവർക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല അല്ലേ. അപ്പൊ എന്ത് ചെയ്യുക, ആ എക്യുപ്മെന്റ്സുകളൊക്കെ അവർക്ക് നല്ല രീതിയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കണം എന്നൊക്കെ ഒരു ഡെമോൺസ്ട്രേഷൻ ഒക്കെ കൊടുക്കുക. He is responsible for purchasing and servicing ICU equipments. ICUയിലേക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ പർച്ചേസ് ചെയ്യുകയും വേണം. എന്തെങ്കിലും സർവീസസ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ സർവീസസുകളൊക്കെ ചെയ്യുക. അതെല്ലാം ഇൻചാർജിന്റെ ഡ്യൂട്ടിയാണ്. എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുക, ദെൻ സർവീസ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക. Should initiate research and be recognized as an authority. എന്താണ് ഒരു അതോറിറ്റി എന്ന നിലയിൽ ഒരു ഗവേഷണങ്ങളൊക്കെ ആരംഭിക്കാം. ഗവേഷണം നടത്തുക എന്ന് വെച്ചാൽ എന്താണ്? ICUവിലെ ഗവേഷണം നടത്തുക, പുതിയ പുതിയ അസുഖങ്ങളെ കുറിച്ചിട്ടുള്ള പുതിയ പുതിയ കേസുകൾ, ഇപ്പൊ അങ്ങനെ കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള റയർ ആയിട്ടുള്ള കേസുകളൊക്കെ വരുമ്പോൾ അതിനെ കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കുക എന്നുള്ള ഒരു അർത്ഥമാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് പുതിയ പുതിയ മീൻസ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകളൊക്കെ വരില്ലേ, അപ്പൊ അതിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയുക, അല്ലെങ്കിൽ കൂടുതലായിട്ട് അതിനെ കുറിച്ചിട്ട് ഒരു റിസർച്ച് പോലെ ചെയ്യുക. Then last one, should review all treatment regimen with the staff. എല്ലാ ചികിത്സകളും ജീവനക്കാരുമായിട്ട് ഒരു റെജിമൻ മീൻസ് ഒരു ചിട്ടയോട് കൂടിയിട്ട് അവലോകനം ചെയ്യണമെന്ന്. അതായത് ഓരോ കാര്യങ്ങളും ഇപ്പൊ അവിടെ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകളുമായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുക. നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ എക്യുപ്മെന്റ്സുകളൊക്കെ ഭംഗിയായിട്ട് അല്ലെങ്കിൽ കറക്റ്റ് ടൈമിങ്ങിൽ നിങ്ങൾ
വർക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ആ സ്റ്റാഫുകളുമായിട്ട്, കാരണം ഇൻചാർജ് ആണല്ലോ, അപ്പൊ അതിന്റെ കീഴിൽ വരുന്ന സ്റ്റാഫുകളോട് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, നമ്മൾ എങ്ങനെയാണ് പേഷ്യൻസിന് പരിശീലനം കൊടുക്കേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റിവ്യൂ ചെയ്ത്, റെജിമെന്റ് മീൻസ് ചിട്ടയായിട്ട് കാര്യങ്ങൾ നല്ല പ്രോപ്പർ ആയിട്ട് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മാനറിലൊക്കെ ചെയ്യാനായിട്ട് അവരോടൊന്ന് അവലോകനം ചെയ്യുക. ഓക്കെ, ഇത്രയുമാണ് ഒരു ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. നിസ്സാരമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ആണോ? നല്ല ഒരു റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ICU ഇൻചാർജ്. അറിയാലോ, ICU എന്ന് പറയുമ്പോൾ അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ നല്ല രീതിയിലുള്ള റെസ്പോൺസിബിൾ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങളാണ് ഇത് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്യണം ഒരു പ്രാവശ്യം കൂടി. ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കൂ, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. വായിച്ചു നോക്കിക്കോളൂ കേട്ടോ, ഓരോ പോയിന്റ് മനസ്സിലാക്കി വായിച്ചാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വായിച്ചതിന് ശേഷം ചോദിക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു യൂണിറ്റിന്റെ ഒരു പ്രതിനിധിയാണെന്ന്, അതായത് ഒരു ലീഡർ പോലെ, അതായത് ആ ഒരു ICU എന്ന് പറഞ്ഞൊരു യൂണിറ്റിന്റെ ഒരു പ്രതിനിധിയാണ്. എല്ലാവരുടെയും ഒരു ലീഡർ, ഒരു നേതൃത്വ സ്ഥാനം ഉണ്ടല്ലോ. വായിച്ചു നോക്കാം, എല്ലാ പോയിന്റ്സും വായിച്ചതിന് ശേഷം ചോദിക്കാം. ഓക്കെ ആണോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? എല്ലാ പോയിന്റ്സുകളും വായിച്ചിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാലോ. The hospital administration should ensure, ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പ് നൽകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. Is an suitable environment for patient safety. പേഷ്യന്റിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു എൻവയോൺമെന്റ് വേണം പ്രൊവൈഡ് ചെയ്യുവാൻ. Sufficient resources in good working condition. ആ ഒരു ഏരിയയിലേക്ക് ആവശ്യമുള്ള റിസോഴ്സസുകൾ വേണം. എല്ലാം ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കണം. എക്യുപ്മെന്റ്സുകളൊക്കെ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യുക. ഇനി എന്തെങ്കിലും വർക്കുകൾ ചെയ്യാനുണ്ടെങ്കിൽ അത് മെയിൻ്റെനൻസ് എല്ലാം നല്ല വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കണം. അതായത് ഡാമേജ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളൊന്നും പാടില്ല. Ample number of skilled medical and nursing team. Ample means ധാരാളമായിട്ട്, അതായത് സ്കിൽഡ് ആയിട്ടുള്ള മെഡിക്കൽ നഴ്സിംഗ് ടീം ഉണ്ടായിരിക്കണം. Then standards of care that include proper referral system. Standards of care, അതായത് എന്താണ്, നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കെയറുകൾ കൊടുക്കണം പേഷ്യൻസിന്. ദാറ്റ് ഇൻക്ലൂഡ് പ്രോപ്പർ റെഫറൽ സിസ്റ്റം ഉണ്ടായിരിക്കുന്നത്. എന്താ റെഫറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതായത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ പേഷ്യൻസിന് നൽകിയിരിക്കണം. ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റഡ് ആകുമ്പോൾ ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ ചിലപ്പോ 1 വീക്ക് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഫോളോ അപ്പ് ഒക്കെ നമുക്ക് തരും ഡോക്ടർ. ചിലപ്പോ ടെസ്റ്റുകൾ എഴുതും, ടെസ്റ്റ് റിസൾട്ട് ഒക്കെ ആയിട്ടൊന്ന് വരണം, ഒരു പ്രാവശ്യം കൂടി വന്നോട്ടോ എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള ഫോളോ അപ്സുകൾ കൊടുക്കുക.
ensure quality assurance program. ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം ഉറപ്പുവരുത്തുക. അതായത് ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം മീൻസ് ക്വാളിറ്റി ആയിട്ടുള്ള പരിചരണങ്ങളും ഇപ്പോൾ അങ്ങനെയുള്ള കെയറുകളൊക്കെ കൊടുക്കുക എന്നാണ്. പ്രോപ്പർ പോളിസി ഫോർ അഡ്മിഷൻ ഡിസ്ചാർജ് പ്രൊസീജിയർ. പ്രോപ്പർ ആയിട്ടുള്ള അഡ്മിഷനും ഡിസ്ചാർജ് പ്രൊസീജിയറിനൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പോളിസികൾ, അതായത് ഒരു നയങ്ങൾ, ഒരു സ്ട്രക്ചർ കൊണ്ടുവരണം എന്ന്. അല്ലാതെ നമുക്ക് തോന്നിയ പോലെ അതും ചെയ്യാമെന്നല്ല, പ്രോപ്പർ ആയിട്ട് അതിനൊരു സ്ട്രക്ചർ വേണം. അഡ്മിഷൻ എടുക്കുമ്പോഴും ഡിസ്ചാർജ് ചെയ്യുമ്പോഴും അതിനൊരു പ്രൊസീജിയേഴ്സ്, നടപടികളൊക്കെ കൃത്യമായിട്ടും ചെയ്തിരിക്കണം. വായിച്ചു നോക്കുക. അഡ്മിനിസ്ട്രേഷൻ ഉറപ്പ് നൽകേണ്ട കാര്യങ്ങളാണ്. അത് ആ പോയിന്റ്സുകൾ അതുപോലെ തന്നെ പഠിക്കണം കേട്ടോ. അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഒന്നും ഇല്ല, ജസ്റ്റ് അവർ മാക്സിമം സിമ്പിൾ ആയിട്ട് തന്നിരിക്കുകയാണ് പോയിന്റ്സ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. കംപ്ലീറ്റ് ചെയ്തോ പോയിന്റ്സുകൾ? Okay. Then next one, duties of ICU secretary. ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് ആണ് നമ്മൾ നോക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞത് ഇൻചാർജ് ആണ് കേട്ടോ. ഇവർ രണ്ടുപേരും തമ്മിൽ നിങ്ങൾക്ക് മാറിപ്പോകാം. സോ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. കാരണം ICU ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ നോക്കുന്നത് ICU സെക്രട്ടറി. രണ്ടുപേരും തമ്മിൽ മാറിപ്പോകാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതിനാൽ അത് നിങ്ങളുടേതായ രീതിയിൽ അതിനെ മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞത് ICU ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്, നമുക്ക് പഠിക്കാം. അതോടൊപ്പം തന്നെ ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടീസും ഉണ്ട്. രണ്ടും കൃത്യമായിട്ടും സെപ്പറേറ്റ് ചെയ്ത് തന്നെ പഠിക്കാം. കാരണം അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ എന്താണ് ഷഫിൾ ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്, മാറിപ്പോകും നിങ്ങൾക്ക്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി തന്നെ പോയിന്റ്സുകൾ പഠിക്കാം. നിങ്ങളുടേതായ രീതിയിൽ അതിനെ മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, നോക്കാം. Duties of ICU secretary. A unit secretary in the ICU is normally the first person whom family members and visitors meet when coming to the ICU. A unit secretary in the ICU is normally first person. ICU ന്റെ first person ആണ് ICU secretary എന്ന് പറയുന്നത്. Whom family members and visitors meet when coming to ICU. പേഷ്യൻസിന്റെ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ വിസിറ്റേഴ്സോ വരുമ്പോൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് സെക്രട്ടറിനെ ആയിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ICU സെക്രട്ടറി ആണ് ICUലെ ഫസ്റ്റ് പേഴ്സൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ കാണാൻ ചെല്ലുമ്പോഴും വിസിറ്റേഴ്സും അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡറോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ വരുമ്പോൾ ഫസ്റ്റ്ലി മീറ്റ് ചെയ്യുന്നത് ICU സെക്രട്ടറിനെ ആയിരിക്കും. സെക്കൻഡ് വൺ, attend calls and pass out messages properly. ICU നിന്നുള്ള കോൾസുകൾ അറ്റൻഡ് ചെയ്യുന്നത്, മെസ്സേജസുകളൊക്കെ പ്രോപ്പർലി ആയിട്ട് ഷെയർ ചെയ്യുന്നത് അദ്ദേഹമാണ്. അക്കൗണ്ടബിൾ ഫോർ ഗ്രീറ്റിംഗ് ദം and listening to determine what the client requires. Accountable for greeting them. അതായത് പേഷ്യൻസിനെ ആയാലും അല്ലെങ്കിൽ ഫാമിലിനെയൊക്കെ ഗ്രീറ്റ് ചെയ്യാതെ അതോടൊപ്പം തന്നെ ക്ലയൻസ് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അത് ചെയ്തു കൊടുക്കാനും അദ്ദേഹം അക്കൗണ്ടബിൾ ആണെന്ന്. ക്ലയന്റിന് ആവശ്യമുള്ളത്, പേഷ്യന്റിന് ആവശ്യമുള്ള കാര്യങ്ങള് സഹായങ്ങള് ചെയ്തു കൊടുക്കാനും അക്കൗണ്ടബിൾ ആണ്, ബാധ്യസ്ഥനാണ്, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. The secretary is liable to answer basic questions and provide general information such as visiting hours for the ICU,
സെക്രട്ടറി ലിയബിൾ ആണ്, സെക്രട്ടറിയുടെ അവൻ ഉത്തരവാദിത്തമുണ്ടെന്ന് ടു ആൻസർ ബേസിക് ക്വസ്റ്റ്യൻസ്, ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ പറയാനും പ്രൊവൈഡ് ജനറൽ ഇൻഫോർമേഷൻസുകൾ പാസ് ചെയ്യാനും അതായത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതും ICU സെക്രട്ടറി ആയിരിക്കും. വിസിറ്റിംഗ് അവേഴ്സ് ഒക്കെ അലൗഡ് ചെയ്യുന്നതും അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ICU നമുക്ക് പ്രവേശിക്കാനായിട്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു വിസിറ്റിംഗ് ടൈം മാത്രമേ ഉള്ളൂ അല്ലേ? അത് ഒരാൾക്ക് ഏറ്റവും അടുത്തുള്ള ഒരു ബൈസ്റ്റാൻഡർക്കായിരിക്കും വിസിറ്റ് ചെയ്യാനായിട്ട് അലൗഡ് ചെയ്യുന്നത്. സോ ഈ വിസിറ്റിംഗ് അവേഴ്സിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും മറ്റും പറയേണ്ടത് ആരാണ്? ICU സെക്രട്ടറി ആയിരിക്കും. ഓക്കെ, 4 പോയിന്റ് ആണ് ആദ്യത്തെ പറഞ്ഞത്. ആ 4 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഫസ്റ്റ് 4 പോയിന്റ് വായിക്കുക, ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാം, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് 4 പോയിന്റ് കൂടി പറയാം. വായിക്കുന്നതിന് മുമ്പ് ഡൗട്ട് വന്നോ? വായിച്ചു നോക്കിയോ? 3ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പേഷ്യന്റിലേക്ക് വരുമ്പോൾ അവരെ സ്വീകരിക്കാനും അതോടൊപ്പം തന്നെ ആ പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. ഗ്രീറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഒരു പേഷ്യന്റ് വരുമ്പോ ആ പേഷ്യന്റിനെ സ്വീകരിക്കാന്ന് വെച്ചാൽ അവിടെ അഡ്മിറ്റ് ആക്കുക എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ് കേട്ടോ. അല്ലാതെ ക്രിട്ടിക്കൽ ആയിട്ട് വരുന്ന പേഷ്യന്റിനെ പോയിട്ട് സ്വാഗതമൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഒന്ന് ICUയിലോട്ടൊക്കെ ഒന്ന് പ്രവേശിപ്പിക്കുകയും കൊണ്ട് ആളെ അവിടെ ICUയിലോട്ടൊക്കെ മാറ്റുന്നൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അതിനാണ് ഗ്രീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? ഫസ്റ്റ് 4 പോയിന്റ് ആണ്. ഓക്കെ, then next അടുത്ത 4 പോയിന്റ് നോക്കാം. If cannot provide information concerning the medical status of a patient, it is the secretary who help to point the customers in right direction and refer them to other staff members if needed. അതായത് ഇപ്പോ സ്റ്റാഫ് മെമ്പേഴ്സിന് പേഷ്യൻസിന്റെ മെഡിക്കൽ സ്റ്റാറ്റസിനെ കുറിച്ചിട്ട് ശരിയായ രീതിയിൽ ചിലപ്പോൾ പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ if it is the secretary who secretary help ചെയ്ത് കൊടുക്കാണ് right direction and refers them to other staff. അതായത് ഇപ്പൊ പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് സ്റ്റാഫുകൾക്ക് ശരിയായ രീതിയിൽ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ICU സെക്രട്ടറി ഒന്ന് ഹെൽപ്പ് ചെയ്യാവുന്ന പേഷ്യൻസിന്റെ ഡീറ്റെയിൽസുകളും കാര്യങ്ങളും ഇപ്പോഴത്തെ മെഡിക്കൽ കണ്ടീഷൻ എങ്ങനെയൊക്കെയാണെന്ന് സ്റ്റാഫുകൾക്ക് പറഞ്ഞു കൊടുക്കാണ്. അവർക്ക് കൂടുതലായിട്ട് അറിയില്ല എങ്കിൽ എന്ത് ചെയ്യുക? ഈ ICU സെക്രട്ടറി അദ്ദേഹത്തിന് അറിയാലോ, കാര്യങ്ങളൊക്കെ അവിടെ നോക്കിയിട്ടുണ്ടല്ലോ. സോ പേഷ്യൻസിന്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നൊക്കെ സ്റ്റാഫുകളോട് ഒന്ന് പറഞ്ഞു കൊടുക്കുക. Then perform clerical tasks, update bed status in computer. ക്ലറിക്കൽ ടാസ്കുകളൊക്കെ ചെയ്യാണ്, ഫെസിലിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. Then കമ്പ്യൂട്ടറില് ബെഡിന്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുക. അതായത് എത്ര ബെഡ് ഒഴിവുണ്ട്, ഇന്ന പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോയി, അപ്പോ ഇത്ര ബെഡ് അവൈലബിൾ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിലെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുക. Then maintain files and organize patient reports. പേഷ്യൻസിന്റെ റെക്കോർഡ്സുകളും ഫയലുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ICUവിന്റെ ഉള്ളിലുള്ള പേഷ്യൻസിന്റെ ഫയലുകളും റെക്കോർഡുകളും മെയിൻറ്റെയിൻ ചെയ്യുക. Work with other department to coordinate care services. മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഒരു ഏകോപിപ്പിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണ്. ഇദ്ദേഹം ICUയുടെ സെക്രട്ടറി ആണെങ്കിലും അപ്പുറത്ത് ചിലപ്പോ ICUയുടെ അടുത്ത് തന്നെയുള്ള വെന്റിലേറ്റർ ഉണ്ട്, അതുപോലെ ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം എന്നിങ്ങനെയുള്ള മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കണം. ഓക്കെ,
ഇത്രയുമാണ് ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് തുടങ്ങി എല്ലാ പോയിന്റ്സ് ഒരു പ്രാവശ്യം വായിക്കാം കേട്ടോ. ഫസ്റ്റ് തുടങ്ങി എല്ലാ പോയിന്റ്സ് ഒരു പ്രാവശ്യം വായിച്ചു നോക്കി. അപ്പോ ICU ഇൻചാർജും സെക്രട്ടറിയും തമ്മിൽ മാറിപ്പോകരുത്. ഓക്കെ, ഫിഫ്ത് വൺ ആണോ? അതായത് ICUയിൽ കിടക്കുന്ന പേഷ്യൻസിന്റെ മെഡിക്കൽ സ്റ്റാറ്റസിനെ കുറിച്ച് ചിലപ്പോൾ സ്റ്റാഫുകൾക്ക് വലിയ അറിവൊന്നും ഇല്ല എങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കാണ് സ്റ്റാഫുകളോട്. അതായത് ഇങ്ങനെയാണ് ഇപ്പോഴത്തെ മെഡിക്കൽ കണ്ടീഷൻ, ആ ഒരു കണ്ടീഷനെ കുറിച്ചിട്ട് സ്റ്റാഫിനോട് പറയാൻ അദ്ദേഹം സെക്രട്ടറി പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മളുടെ ICU എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പെട്ടെന്ന് കഴിഞ്ഞു അല്ലെ? പെട്ടെന്ന് കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? പെട്ടെന്ന് കഴിഞ്ഞു അല്ലെ? ഓക്കെ, ദെൻ നമ്മള് ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ് എടുത്തത്. പെട്ടെന്ന് തന്നെ അത് കഴിഞ്ഞിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാണ്ട്, ഇച്ചിരി പാടൊക്കെ ആയിരുന്നെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പോയോ? വലിയ ബുദ്ധിമുട്ടില്ലാലോ? കുഴപ്പമില്ലാണ്ട് നമ്മള് ഇതിനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ആണോ? ഓക്കെ, ദെൻ പഠിക്കാനൊക്കെ ഉണ്ട് കുറച്ച്. അത് നിങ്ങളുടെ ഭാഗത്ത് എഫേർട്ട് എടുത്ത് പഠിക്കണമല്ലോ. നമ്മള് പഠിക്കാനായിട്ട് ഇല്ല, ചിലപ്പോ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഏരിയ ആയിരിക്കാം, ചിലപ്പോ കുറച്ച് ടഫ് വരും, ആവറേജ് വരും അല്ലെ? ഇതെല്ലാം നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം നമുക്ക്. അപ്പൊ ഇന്റൻസീവ് കെയർ നോക്കാം. ഇന്റൻസീവ് കെയർ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഒരു യൂണിറ്റ് ആണ്. പ്രൊവൈഡ് ഇന്റൻസീവ് കെയർ ഫോർ ക്രിട്ടിക്കലി ഓർ ഇഞ്ചേർഡ് പേഷ്യൻസ്. ഫസ്റ്റ് അണ്ടർലൈൻ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ യൂണിറ്റിന്റെ ഹോസ്പിറ്റൽ that provide intensive care for critically ill or injured patients. അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞു. ദെൻ നമ്മൾ പറഞ്ഞു അവിടെ എക്യുപ്മെന്റ്സുകൾ ഉണ്ട്, ട്രെയിനഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ട് അല്ലെ? പേഷ്യൻസിനെ നമ്മൾ ICUയിൽ പ്രവേശിപ്പിക്കുന്നത് ചിലപ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഡയറക്റ്റ് ആവാം, ദെൻ കണ്ടീഷൻ മോശമായിട്ടാകാം, ദെൻ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിനെ ആകാം. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കിയത് who are cared for in the ICU. ആരെല്ലാമാണ് ICUയിൽ നമ്മൾ പ്രവേശിപ്പിക്കുന്നത്? severe burns, respiratory failure, cardiothoracic surgery, complex spinal surgery, major trauma, organ transplant, sepsis, cardiac arrest. പോയിന്റ്സുകൾ കൃത്യമായിട്ട് പഠിക്കാം, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ പോയിന്റ്സുകൾ. Then common type of ICU. severe burns എന്ന് പറഞ്ഞാൽ കഠിനമായ പൊള്ളലുകൾ. ഓക്കെ, വലിയ പൊള്ളലുകളൊക്കെ ഉണ്ടല്ലോ, ശരീരത്തിന് ഒരു 80% ആന്തരിക അവയവങ്ങൾക്ക് വരെ പൊള്ളൽ സംഭവിക്കുന്നത്. ദെൻ ICUന്റെ ടൈപ്സുകൾ ഷോർട്ട് ഫോമുകളാണ് നമ്മൾ പഠിക്കാൻ പറഞ്ഞു. CICU, കാർഡിയാക് ഇന്റൻസീവ്, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെയാണ് CICUയിൽ പ്രവേശിപ്പിക്കുന്നത്. കാർഡിയോവസ്കുലർ, തൊറാസിക് ഇന്റൻസീവ് കെയർ എന്ന് വിളിക്കുമ്പോൾ ബൈപ്പാസ് സർജറി, അതോടൊപ്പം തന്നെ വാൽവ് ശസ്ത്രക്രിയകൾ. ഗ്യാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് GICU, വാൽവ് റിപ്ലേസ്മെന്റുകൾ. ദെൻ മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, പൾമണറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മെഡിക്കൽ ഇന്റൻസീവിൽ വരുന്നത്. NICU എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ഫോർ ന്യൂ ബോൺ ബേബീസ്. ദെൻ ന്യൂറോ എന്ന് പറയുമ്പോൾ നെർവസ് സിസ്റ്റത്തിന് വരുന്ന പ്രശ്നങ്ങൾ. പീഡിയാട്രിക് ഇന്റൻസീവ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. സർജിക്കൽ, സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസുകൾക്ക്. ദെൻ
PICU, ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, വീഴ്ചകളോ ആഘാതങ്ങളോ വരുമ്പോൾ. ഇത് 9 എണ്ണം കൃത്യമായിട്ടും ഫുൾ ഫോമുകളായിരിക്കും എക്സാമിന് വരുന്നത്, ചോദിക്കും കേട്ടോ. സെവർ ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ എന്താണ്? കഠിനമായിട്ടുള്ള മീൻസ് പരിക്കുകളൊക്കെ പറ്റുക, മാരകമായിട്ടുള്ള പരിക്കുകൾ. ദെൻ നമ്മൾ പറഞ്ഞത് ICUനെ ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൽ ഓപ്പൺ യൂണിറ്റും ക്ലോസ്ഡ് യൂണിറ്റ് ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഓപ്പൺ യൂണിറ്റിൽ നമ്മൾ പറഞ്ഞു ഫിസിഷ്യൻ ആണ് പേഷ്യൻസിനെ കെയർ ചെയ്യുന്നത്. ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഫിസിഷ്യന് ട്രെയിനിങ്സ് അത്ര നല്ല രീതിയിലുള്ള ക്രിട്ടിക്കൽ പേഷ്യൻസിനെ നോക്കാനുള്ള ട്രെയിനിങ്സും ലഭിച്ചിട്ടില്ല. ക്ലോസ്ഡ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഇന്റൻസീവിസ്റ്റ് ഉണ്ട്. ദെൻ മോർ ടൈം പേഷ്യന്റിന് കെയർ നൽകുന്നു. ദെൻ ICUവിന്റെ ഉള്ളിലെ സ്റ്റാഫുകൾ എന്ന് പറയുന്നത് മെഡിക്കൽ സ്റ്റാഫ് ഉണ്ട്, റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്, നഴ്സിംഗ് സ്റ്റാഫ്, ഓക്സിലറി പേഴ്സണൽ. ഓക്കെ. ദെൻ നമ്മൾ നോക്കിയത് രജിസ്ട്രാർ ഇൻ ICU. ICUവിലെ രജിസ്ട്രാറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ദെൻ പോസ്റ്റ് എംഡി കഴിഞ്ഞ ഒരു വ്യക്തിയായിരിക്കും. ആഫ്റ്റർ ഇയേഴ്സിന് ശേഷം കൺസൾട്ടന്റ് ആയിട്ടും പ്രവർത്തിക്കാം. ദെൻ ജൂനിയർ റെസിഡന്റ് ഒരു ഡ്യൂറിംഗ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഷിഫ്റ്റിംഗ് ടൈം 12 hours ആണ്. ദെൻ ജൂനിയർ എന്ന് പറയുമ്പോൾ ഡ്യൂട്ടി ഇൻ യൂണിറ്റ് ഡേ ആൻഡ് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരിക്കും. ദെൻ നമ്മൾ ഇന്നെടുത്ത അഡ്മിഷൻ ക്രൈറ്റീരിയകൾ ഏതൊക്കെയാണ്? പോയിന്റ്സുകളാണ്. ദെൻ ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ്. അതിൽ ICUവിന്റെ റൗണ്ട്സ് എന്ന് പറയുന്നത് 9 to 11 മണി, അതായത് മോർണിംഗ് 9 to 11 AM ആയിരിക്കും. ദെൻ ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സിൽ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്, നോക്കി വെക്കുക. ദെൻ ICU ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? അപ്പോൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അല്ലെങ്കിൽ എന്താണ് കണ്ടിന്യൂറ്റി ഓഫ് ക്ലിനിക്കൽ കെയറുകൾ കൊടുക്കുക, അതൊക്കെയാണ് പോയിന്റ്സുകൾ നോക്കി വെക്കുക. ദെൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നമുക്ക് ഉറപ്പ് നൽകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലാസ്റ്റ് വൺ നമ്മൾ നോക്കിയത് ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഇത്രയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ICU എന്നുള്ള ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഡേ ടു ഡേയിൽ പറയുന്ന ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാല് ട്രീറ്റ്മെന്റുകൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നതും പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതുന്നതും സീനിയർ റെസിഡന്റ് പോസ്റ്റഡ് ആയിട്ടുള്ള ICUവിലെ വ്യക്തിയായിരിക്കും. അതായത് സീനിയർ ഡോക്ടർ ആകാം പേഷ്യന്റിന് ട്രീറ്റ്മെന്റുകൾ ഇനിഷ്യേറ്റ് ചെയ്തത്, അത് നേതൃത്വം വഹിക്കുന്നതും ഇതിന് വിപുലമായിട്ടുള്ള ട്രീറ്റ്മെന്റ് പരിചരണമൊക്കെ കൊടുക്കുന്നത് സീനിയർ പോസ്റ്റഡ് ഡോക്ടർ ആയിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണ് എല്ലാവർക്കും? നമ്മുടെ ICU എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ദെൻ ഒന്നും കൂടി നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ എല്ലാവരും? നിങ്ങൾക്ക് പറയാനുള്ള അവസരമാണ്. പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞാൽ രോഗം പറയുന്നതാണ്. രോഗം കണ്ടെത്തിയിട്ട് പേഷ്യന്റിന് ഇന്ന അസുഖമാണെന്ന് പേഷ്യന്റിനോട് പറയുന്നത്. ഓക്കെ, ക്ലാസ് ഓക്കെ ആണോ എല്ലാവർക്കും? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? സ്പീഡൊക്കെ ഓക്കെ ആണോ? ടീച്ചറിന്റെ ഒരു സ്പീഡ് ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു സ്പീഡിൽ പോയാലേ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ കവർ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ മാക്സിമം 2 പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. വായിപ്പിച്ച് ഡൗട്ട് ഉള്ളത് ഞാൻ ചോദിക്കുന്നുണ്ട്. ദെൻ മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. ഇനി മേ ബി മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ പിറ്റേ ദിവസം നെക്സ്റ്റ് ഡേയിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റിൽ ഇനി ചിലപ്പോ എന്തെങ്കിലും ടെക്നിക്കലി മിസ്റ്റേക്കുകളൊക്കെ വരാലോ അല്ലേ? അതൊക്കെ സ്വാഭാവികമല്ലേ? അപ്പോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി മോക്ക് ടെസ്റ്റിൽ മിസ്റ്റേക്ക് അല്ല ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ അതാത് ടീച്ചേഴ്സിനോട് ചോദിച്ചത് ക്ലിയർ ചെയ്യുക. ഓക്കെ, ഇവിടെയെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടോ? ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഓപ്ഷനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അതാത് ടീച്ചേഴ്സിനോട് കൃത്യമായിട്ട് ചോദിക്കാം. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളപ്പോ പിന്നെ നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾ അത് കൃത്യമായിട്ട് പഠിച്ചു പോകുക. അങ്ങനെ നമുക്കൊരു എന്താ പറയാ ഒരു റൊട്ടീൻ വേണം. നമുക്ക് കൃത്യമായിട്ട് അത് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. ദെൻ എന്തെങ്കിലും മേ ബി ക്ലാസ് മിസ് ആവുകയാണെങ്കിൽ നിങ്ങൾ റെക്കോർഡ് ക്ലാസ്സുകൾ കാണുക. ബാക്കി റെക്കോർഡ് ക്ലാസ്സുകൾ കാണുന്നവര് സ്ഥിരമായിട്ട് കാണുക. മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, Miss. Thank you, ma'am.